ശാന്തസമുദ്രമായിരുന്ന ഇന്ത്യൻ മഹാസമുദ്രം ആഗോള വൻശക്തികളുടെ രക്തരൂക്ഷിതമായ യുദ്ധഭൂമിയായി മാറുന്നു. വിശാഖപട്ടണത്തെ നാവികാഭ്യാസത്തിനു ശേഷം മടങ്ങുകയായിരുന്ന ഇറാന്റെ അത്യാധുനിക യുദ്ധക്കപ്പലായ ഐറിസ് ജന ശ്രീലങ്കൻ തീരത്ത് വെച്ച് അമേരിക്കൻ അന്തർവാഹിനി ആക്രമിച്ചു മുക്കിയ വാർത്ത മേഖലയിൽ കടുത്ത യുദ്ധഭീതി പടർത്തിയിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സമാധാന കാലത്ത് നടക്കുന്ന ഏറ്റവും വലിയ സൈനിക നീക്കമാണെന്ന് അമേരിക്ക സ്ഥിരീകരിക്കുകയാണ്. ഇറാനെതിരായ സൈനിക നീക്കത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിൽ അമേരിക്ക ആക്രമണങ്ങളുടെ വലിയൊരു പരമ്പരയാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെയ്ദ് ആണ് ആക്രമണത്തിന്റെ വിവരം ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചത്. ശ്രീലങ്കൻ തീരത്ത് നടന്ന ഈ അപ്രതീക്ഷിത ആക്രമണം ആഗോള നാവിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവങ്ങളൊന്നായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേനയുടെ കരുത്തുറ്റ ആയുധമായ MK-48 ടോർപിഡോ ഉപയോഗിച്ചാണ് ഇറാന്റെ ഐറിസ് ജനയെ തകർത്തത്. സാധാരണഗതിയിൽ ശത്രു കപ്പലുകളുടെ അടിത്തട്ട് പിളർക്കാൻ ശേഷിയുള്ള ഈ ഗൈഡഡ് മിസൈൽ കപ്പലിന്റെ എഞ്ചിൻ റൂമിന് താഴെ വെച്ച് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ഒരു യുദ്ധ സാഹചര്യത്തിലല്ലാതെ സമാധാനപരമായ യാത്രയിലായിരുന്ന ഒരു കപ്പലിന് നേരെ ഇത്തരം മാരകായുധം പ്രയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് നാമകരണം ചെയ്ത ഇത്തരത്തിലുള്ള നിരവധിയായ രഹസ്യ നീക്കങ്ങളിലൂടെ ഇറാനിയൻ നാവികശക്തിക്ക് കനത്ത ആഘാതമേൽപ്പിക്കുകയാണ് അമേരിക്ക. ഈ അതിശക്തമായ ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന 180 സൈനികരിൽ 80 പേർക്ക് ജീവൻ നഷ്ടമായതാണ് പ്രാഥമിക കണക്കുകളിലൂടെ മനസ്സിലാക്കുന്നത്. മിസൈൽ കപ്പലിൽ പതിച്ച ഉടൻ തന്നെ വലിയ സ്ഫോടനമുണ്ടാവുകയും കപ്പൽ മുങ്ങാൻ തുടങ്ങുകയും ചെയ്തു. വിവരമറിഞ്ഞ ഉടൻ തന്നെ ശ്രീലങ്കൻ നാവികസേനയും വ്യോമസേനയും സംയുക്തമായി കടലിൽ തെരച്ചിൽ ആരംഭിച്ചു. ലങ്കൻ സൈന്യത്തിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലമാണ് ബാക്കിയുള്ള 100 പേരെ ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചത്. പരിക്കേറ്റ സൈനികരെ ശ്രീലങ്കയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര പ്രതികരണങ്ങളൊക്കെ വിവാദങ്ങളുമൊക്കെ ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാവുന്നുണ്ട്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അമേരിക്ക തന്നെ പുറത്തുവിട്ടത് ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്തരത്തിലൊരു യുദ്ധക്കപ്പൽ മുക്കുന്നത് ആദ്യമായാണ്. അത് US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെയ്ദ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു വിദേശ രാജ്യത്ത് നടന്ന നാവികാഭ്യാസത്തിൽ പങ്കെടുത്തു മടങ്ങുന്ന കപ്പലിനെ ആക്രമിച്ചത് സമുദ്രയാത്രകളുടെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മണ്ണിൽ നിന്നും മടങ്ങിയ ഒരു കപ്പലിന് നേരെ അയൽരാജ്യത്തിന്റെ തീരത്ത് നടന്ന ഈ ആക്രമണം വലിയ നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ അശാന്തി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ സാമ്പത്തിക ഭീഷണിയും കൂടി ഉയർത്തുന്നുണ്ട്. ലോകത്തെ നാവികരുടെ എണ്ണത്തിൽ 3ാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ ആയിരക്കണക്കിന് പൗരന്മാർ ഇപ്പോൾ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യവുമുണ്ട്. അത് ഹോർമുസ് കടലിടുക്കിലാണ്. ഹോർമുസ് കടലിടുക്കിൽ മാത്രം 2000ഓളം ഇന്ത്യൻ നാവികർ കുടുങ്ങിക്കിടക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ ആരെങ്കിലും യാത്ര ചെയ്ത അവരെ തകർത്ത് കളയുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനോടകം വിവിധ ആക്രമണങ്ങളിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിലൊരാൾ ഒമാൻ തീരത്ത് നടന്ന ഡ്രോൺ ആക്രമണത്തിലാണ് മരിച്ചത്. നിലവിൽ ഹോർമുസ് മേഖലയിലുള്ള 37 ഇന്ത്യൻ കപ്പലുകളിലെ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് പ്രത്യേക നിരീക്ഷണ സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ യുദ്ധമാണ്, എന്താ സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇറാന്റെ വ്യോമ നാവിക പാതകളുടെ നിയന്ത്രണം US ഇസ്രായേൽ സഖ്യം ഏറ്റെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് പശ്ചിമേഷ്യയിൽ സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കൂടി ഇത് വ്യാപിച്ചതോടെ ഒരു 360 ഡിഗ്രിയിൽ യുദ്ധം നടക്കുന്നതായാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുമായി അടുത്ത സൈനിക സഹകരണത്തിൽ ഏർപ്പെട്ടിരുന്ന കപ്പലിന് നേരെ ഇന്ത്യൻ തീരത്തിനടുത്ത് വെച്ച് നടന്ന ആക്രമണം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നിലപാടുകളെയും ഒക്കെ ബാധിച്ചേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കണം, ലോകം വലിയ 2 യുദ്ധങ്ങൾ കടന്നു പോയിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായ ഒരു സൈനിക നീക്കം ഇത്തരത്തിൽ നടക്കുന്നുണ്ട്. ഇത് ഇറാന്റെ പ്രകോപനങ്ങൾക്കുള്ള വ്യക്തമായ മറുപടിയാണെന്നാണ് US പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്. ഈ ഘട്ടത്തിൽ ശ്രീലങ്കയുടെ നിലപാടും വളരെ പ്രധാനമാണ്. തങ്ങളുടെ കടൽ തീരത്തിനടുത്ത് നടന്ന ഈ ആക്രമണത്തിൽ ശ്രീലങ്ക കടുത്ത പ്രതിഷേധത്തിലാണ്. സംഭവത്തെക്കുറിച്ച് വിശദ അന്വേഷണം നടത്തുമെന്നും അന്താരാഷ്ട്ര തലത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കടൽപാതകളിൽ യുദ്ധസമാനമായ സാഹചര്യം ആഗോള എണ്ണ വിപണിയെയും ചരക്ക് നീക്കത്തെയും ഒക്കെ ദോഷകരമായി ബാധിക്കുന്നുമുണ്ട്. ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ നിരവധിയായ പച്ചക്കറികളും പഴങ്ങളുമൊക്കെ ചരക്ക് നീക്കം സുഗമമല്ലാത്ത സാഹചര്യത്തിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണുള്ളത്. നമ്മുടെ അതിർത്തിയിൽ നിന്നും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന ഒരു രാജ്യത്ത് ഒരു യുദ്ധമുണ്ടായാൽ നമുക്കെന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്ന രാഷ്ട്രീയവാദികളായ നിരവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ നേരിട്ട് ആക്രമിച്ചില്ലെങ്കിലും നമ്മുടെ രാജ്യം യുദ്ധത്തിൽ പങ്കാളിയല്ലെങ്കിൽ പോലും അതിന്റെ പ്രത്യാഘാതങ്ങൾ നമുക്കുണ്ടാകും. എന്തായാലും ശ്രീലങ്കൻ അതിർത്തിയിൽ വെച്ച് ഇറാന്റെ കപ്പൽ ആക്രമിച്ച അമേരിക്കയുടെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ഇത്തരത്തിലൊരു യുദ്ധത്തിന്റെ ആവശ്യമുണ്ട്. അതായത് യുദ്ധത്തിൽ ഏർപ്പെടാതെ പോയിരുന്ന സൈനിക അഭ്യാസം മാത്രം നടത്തി പോന്നിരുന്ന ഒരു കപ്പലിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ആവശ്യമായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ പുറമായും അർത്ഥത്തിൽ ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന് തന്നെയാണ് തങ്ങളുടെ നിലപാടെടുക്കുന്ന അമേരിക്കയും ഇസ്രായേലുമാണ് മറ്റൊരു വശത്തുള്ളത്.